കൃഷ്ണാവതാര ലീലകൾ പറയുമ്പോൾ മഹാത്മാക്കൾ വ്യാഖ്യാനിക്കാറുണ്ട്. ഗുരുവായൂരപ്പൻ ആദ്യം ചെയ്ത കുസൃതി ഭഗവാൻ ആദ്യം ചെയ്തിട്ടുള്ള വികൃതിയായിട്ട് പറയാ. ഒന്ന് മുട്ടുകുത്തി എഴയാൻ പാകമായ സമയത്ത് നന്ദവ്രജത്തിന്റെ പടി കടന്നുപോയി ഭഗവാൻ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള പശുക്കുട്ടികളെ ഭഗവാൻ അഴിച്ചുവിടുമായിരുന്നു അത്ര. അപ്പൊ ഈ പശുക്കുട്ടികൾ പോയിട്ട് തള്ളപ്പശുവിന്റെ പാല് കുടിക്കും. ഗോവസ്ത്രീകൾ വന്ന് കറക്കാൻ നോക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല? പാലുണ്ടാവില്ല. അപ്പൊ അമ്മയോട് വന്ന് പരാതി പറയുന്നു അവസ്ഥകൾ. നിങ്ങളുടെ കൃഷ്ണൻ ഇതാ ഞങ്ങളുടെ വരുമാനം ഇല്ലാണ്ടാക്കണു, എല്ലാ ദിവസവും വന്ന് ആ കുട്ടി ഇതാണ് ചെയ്യണത്, മര്യാദയ്ക്ക് അവനെ വളർത്തിക്കോളൂന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. ചെറിയ കുട്ടിയാ, ഭഗവാന് സംസാരിക്കാനൊന്നും ആയിട്ടില്ല അത്ര ആ സമയത്ത്. അപ്പൊ അമ്മ ഒക്കത്തിരിക്കുന്ന കണ്ണനോട് ചോദിക്കും, എന്താ ഉണ്ണി അങ്ങനെ ചെയ്തത്? പാവം നമ്മുടെ ഗോപികമാരല്ലേ, ഗോപസ്ത്രീകളല്ലേ, അവരുടെയൊക്കെ വരുമാനം ഇല്ലാണ്ടാക്കാൻ പാടുണ്ടോ? ഇനി എന്റെ കുട്ടി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞ് ശാസിക്കത്രേ ഭഗവതി സ്നേഹത്തോടെ. അപ്പൊ ഭഗവാന് സംസാരിക്കാനൊന്നും അറിയാത്തതുകൊണ്ട് എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കത്രേ, ആ കൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രേ ഉള്ളൂ പ്രായം. മഹാത്മാക്കളായിട്ടുള്ള മള്ളിയൂർ തിരുമേനിയെ പോലത്തെ ആൾക്കാരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ആ കാ കൂക്കി എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, എന്റെ ഈ ജന്മം തന്നെ സകല ആളുകളെയും ബന്ധനങ്ങളിൽ നിന്ന് അഴിച്ചുവിടാനുള്ളതാണ് നാം. അതിന്റെ ട്രെയിലറാണ് അവിടെ കണ്ടത്, പശുക്കുട്ടികളെ അഴിച്ചുവിടുക. എല്ലാ മനുഷ്യരെയും സർവ്വബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഞാൻ ഈ അവതാരം എടുത്തിട്ടുള്ളത്. എന്റെ പണി എന്ന് പറഞ്ഞാൽ കെട്ടഴിച്ചു വിടുക എല്ലാരെയും. അത് സ്വാതന്ത്ര്യത്തിന്റെ അപരിമിതമായിട്ടുള്ള ആഘോഷങ്ങളിലേക്കല്ല, ആത്മജ്ഞാനത്തിന്റെ ആനന്ദത്തിലേക്ക് കെട്ടഴിച്ചു വിടുക എന്ന് പറഞ്ഞു.